ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പെട്ടെന്നിരിക്കുമ്പോൾ തോന്നിയതാണ് ഒരു ഗോൽഗപ്പ കഴിക്കണമെന്ന്. ആസ് വി ആർ ലിവിങ് ബാംഗ്ലൂർ, ഇതൊക്കെ ആയിരിക്കും ഞാൻ മിസ് ചെയ്യാൻ പോകുന്നത്. സോ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ആഗ്രഹങ്ങളൊക്കെ അപ്പം ചെയ്യണമല്ലോ. അങ്ങനെ ഗോൽഗപ്പ കഴിക്കാനായിട്ട് പോവാണ്. കം ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ അയ്യപ്പച്ചമ്പൽ ഏരിയയുടെ അടുത്തുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഗോൽഗപ്പ കഴിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗോൽഗപ്പ കഴിക്കാൻ. ഗൈസ് കം ഓൺ, ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ഇറ്റ്. വാ ഷോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കഴിക്കാൻ പോവാണ്. ഇവിടെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് കിട്ടും ഗൈസ്. മടി ഇതിനൊക്കെ എല്ലാം കിട്ടുന്നതായിരിക്കും. ഓരോ അപ്പോൾ അവരുണ്ടാക്കുകയാണ്. അത് ഏത് കണ്ടോ കുഞ്ഞാ വെയിറ്റ് മാടി. നമ്മൾ എന്ത് കഴിക്കാൻ വന്നയാ? എൻ്റെ പേരറിയാവോ? എന്താ ഞങ്ങളൊക്കെ കഴിച്ചതാ. ഇത് ഗോൽഗപ്പ. എന്താ നമ്മളിത് കഴിക്കാൻ പോവാം. ഉസ്കോ സ്വീറ്റ് ചായേ. അപ്പം നിനക്ക് ഒരു സ്വീറ്റ്, ഞങ്ങളൊക്കെ എല്ലാം ട്രൈ ചെയ്യാം. എന്താ സാറേ എവിടെ നോക്കി നിൽക്കുകയാണ്? ടിഷ്യൂ എടുത്തു. ഇത് ഞാനും കഴിക്കാൻ പോവാണ് ഗൈസ്. സോ അങ്ങനെ ചിക്കൻ സ്വീറ്റാണ് കഴിക്കുന്നത്. ഇത് പുതിനയുടെ ഇതാണ് ഫ്ലേവർ. നെക്സ്റ്റ് റെഗുലർ. ഇതൊക്കെ തൃശ്ശൂർ കിട്ടുമോ? തൃശ്ശൂർ കിട്ടുമോ അറിയില്ല. ഞങ്ങൾ എല്ലാ ഫ്ലേവേഴ്സും ട്രൈ ചെയ്തു. ഇനി താക്കു ഞാൻ ഡോണ്ട് ത്രോ ഇറ്റ്. ലാസ്റ്റ് ഇത് നല്ല ടേസ്റ്റാണ്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഗൈസ്. ഇത് ലാസ്റ്റ് ട്രൈ നമുക്ക് തന്നെയാണ്. അങ്ങനെ ലാസ്റ്റ് ഞാൻ തുടങ്ങാം. നീ കഴിച്ചോ ലാസ്റ്റ്? സമാധാനമായി. ഞങ്ങൾ ഗോൽഗപ്പയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു സെറ്റായി. ഇനി നമ്മളെവിടെ പോണേ? മന്തി ഹൗസിൽ പോയി കഴിക്കാനുള്ളത് നമുക്ക് വയറ് കുഞ്ഞ് വേണ്ട അല്ലേ? അവന് ഇഷ്ടമല്ല, ഇവർക്ക് മാത്രമാണ്. ഞങ്ങൾ ഗോൽഗപ്പ എല്ലാം കഴിച്ചു. അപ്പോഴത്തേക്ക് വൈകയ്ക്ക് ഭയങ്കര ആഗ്രഹം മന്തി കഴിക്കണമെന്ന്. മന്തി. സോ ഇവളീ കാണിക്കുന്ന സിദ്ധാന്തയ്ക്കുള്ളൂ. അവിടെ ചെന്നിരിക്കുമ്പോൾ ഷീൽഡിലേക്ക് ഒരു കിളി പോയ അവസ്ഥയാണ്. ഒന്നും കഴിക്കത്തൊന്നുമില്ല. ഇതാണ് എക്സ്പീരിയൻസ്. ശരി, അങ്ങനെ നമ്മൾ ശരി എന്നാൽ ഒരു മന്തി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി വയറ് ഫില്ലാണ്. സോ വി വിൽ ടേക്ക് ഹാഫ്. സോ അങ്ങനെ നമ്മളിതാ മന്തി ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ആഗ്രഹം പോലെ നമ്മൾ മന്തിയിൽ കയറി മന്തി കഴിക്കും. ആഗ്രഹപ്രകാരം ഞങ്ങളിവിടെ മന്തി ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇവൻ ഇതൊട്ടും താല്പര്യമില്ല. അവൻ ഉണക്കമന്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഭവം അതെ, എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ലതാണ്. രസമുണ്ട് ഗൈസ്. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഓരോരുത്തരും താല്പര്യമല്ലത് അതിൻ്റെ അടിയിൽ കയറിയിരിക്കുകയാണ്. ആഹാ, നീ അവിടെ പൊങ്ങിയോ? സോ അങ്ങനെ നമ്മുടെ അൽഫാം പെരി പെരി മന്തി റൈസ് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് മയോനീസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പ്ലേറ്റ് കാണിക്കൂ. ആദ്യം തന്നെ ഇവർക്ക് കൊടുക്കാം. ഇനി കുഞ്ഞ വേണ്ടേ? ചേട്ടൻ കാണിക്കൂ. അടുത്തേക്ക് വയ്ക്കും. സോ ഇനി നമുക്ക് ഇത് എടുക്കണ്ടേ? ഈ ചിക്കൻ പീസ്. ഇനി ഇത് കുഞ്ഞന്. ഇതിനി ഇതൊന്ന് വലിക്കുമോ ചേട്ടാ? അടുത്തോ വലിച്ചു. സോ ഈ ഹാഫ് ഇത് സാലഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ.
പെരി പെരി അൽഫാം മന്തിയാണത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് വൈകി? എങ്ങനെയുണ്ട് കുഞ്ഞാ? നീയല്ലേ പറഞ്ഞു മന്തി വേണ്ട? ആണോ? എങ്ങനെയുണ്ട്? ജ്യൂസ് മേടിച്ചിട്ടുണ്ട്. ഒരു 7-Up മേടിച്ചിരിക്കുന്നത്. രണ്ടുപേരും കൂടി ഇടിയാണ് 7-Upന്. ഇവിടെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ മൊയ്റ്റോ ആണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. ഐ വാണ്ട് ടു ട്രൈ ദിസ്. അടിപൊളി, എനിക്കിഷ്ടമായി കേട്ടോ. ഇറ്റ്സ് യമ്മി, നന്നായിട്ടുണ്ട്. റെഡി, സൂപ്പർ അല്ലേ? കൊള്ളാം. കുഞ്ഞാൻ കുടിച്ചു നോക്കടാ. അവന് ഇഷ്ടപ്പെട്ടില്ല. ട്രൈ മാടി ട്രൈ ഒരു പ്രാവശ്യം ഒരു സിപ്പ് ഒരു പ്രാവശ്യം ഗ്ലാസ് കുടിക്കാൻ അങ്ങനെ കുടിച്ചോ. നല്ല ടേസ്റ്റാ. കുടിക്കടാ. അതൊന്നും കുടിക്കോ. ഇഷ്ടപ്പെട്ടു. കുഞ്ഞിൻ്റെ മിൽക്ക് ഷേക്ക് വന്നിരിക്കുകയാണ്. മാംഗോ മിൽക്ക് ഷേക്ക് കുടിക്കണം. എങ്ങനെയുണ്ടാ? യമ്മിയാണോ? ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് പറയാം യമ്മിയാണോ അല്ലയോ. പക്ഷെ എൻ്റെതാണ് സൂപ്പർ ടേസ്റ്റ്. ഐ ലവ് ഇറ്റ്. അപ്പം ഞങ്ങൾ മന്തിയുടെ ഇതെല്ലാം അവളുടെ ആഗ്രഹമൊക്കെ ഒന്ന് സാധിച്ചു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. വീണ്ടും അടുത്തൊരു ബ്ലോഗുമായി